Dear students, a very good morning to all. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഇലക്ട്രോകെമിസ്ട്രിയുടെ മോഡ്യൂൾ വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് നെയിൻസ്റ്റ് ഇക്വേഷൻ ആണ്. നെയിൻസ്റ്റ് ഇക്വേഷൻ്റെ ഒരു ചെറിയ ഡെറിവേഷൻസ് നമ്മൾ നടത്തി. ആ നെയിൻസ്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. We have got 4 questions. Write the Nernst equation and the EMF of the cells at 298 Kelvin. Temperature is precise 298 Kelvin അഥവാ 25 degrees Celsius. ടെമ്പറേച്ചർ എപ്പോഴും നമ്മൾ കെൽവിൻ സ്കെയിലാണ് നെയിൻസ്റ്റ് ഇക്വേഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഇക്വേഷൻ ഒരു സെല്ലിന്റെ റെപ്രസെന്റ് ഇങ്ങനെ mg മെഗ്നീഷ്യം സോളിഡ് ബാർ mg2+ ആ അയോണിന്റെ കോൺസെൻട്രേഷൻ 0.001 മോളാർ ഡബിൾ ബാർ Cu2+ കോൺസെൻട്രേഷൻ 0.001 മോളാർ ബാർ Cu സോളിഡ്. ഇങ്ങനെ തന്നേക്കുന്നത് തീർച്ചയായും ഒരു സെല്ലിന്റെ എന്തായിരിക്കും സെൽ റെപ്രസെന്റേഷൻ. ഈ സെൽ റെപ്രസെന്റേഷനിൽ നിന്നാണ് നമുക്ക് ഇതിന്റെ നെയിൻസ്റ്റ് ഇക്വേഷൻ എഴുതണം. അതിൽ നിന്ന് എന്തെടുക്കണം, EMF ഓഫ് ദ സെല്ലും കണ്ടുപിടിക്കണം. അതിനായി ഇവർ തന്നേക്കുന്നത് E0 Cu2+ ബാർ Cu, E0 Mg2+ ബാർ Mg തന്നിട്ടുണ്ട്. എന്തിനാ ഇത് കണ്ടുപിടിക്കുന്നത്? ഇത് ഈ വാല്യൂ തന്നിരുന്നാൽ മാത്രമേ നമുക്ക് സെല്ലിന്റെ എന്ത് കിടക്കാൻ പറ്റൂ, കാഥോഡ് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. E0 സെൽ ഈസ് ഈക്വൽ ടു E0 കാഥോഡ് മൈനസ് E0 ആനോഡ് minus 0.059/n log concentration of Mg2+. Mg2+ ആണ് ഇവിടുത്തെ എന്തോന്ന് പ്രോഡക്റ്റ് ബൈ റിയാക്ടന്റ് എന്തുവാ Cu2+. നമ്മൾ അവിടെ ഈ സോളിഡ്സിന്റെ കോൺസെൻട്രേഷൻ എടുക്കേണ്ട കാര്യം വരുന്നില്ല. കാര്യം കോൺസെൻട്രേഷൻ ഓഫ് സോളിഡ്സ് എന്താണ്, യൂണിറ്റി അഥവാ 1 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ ഇവിടുത്തെ കാഥോഡ് എന്ന് പറയുന്നത് കോപ്പർ ആയിരിക്കും. അപ്പൊ ഒരാൾ ചോദിക്കുന്നതാണ് ഈ പൊട്ടൻഷ്യൽ വെച്ചിട്ട് എങ്ങനെയാ ഒരാളെ കാഥോഡും ആനോഡും തിരിച്ചറിയാം. എപ്പോഴും ഓർത്ത് വെച്ചേക്കണം. ഫോർ ഇലക്ട്രോ കെമിക്കൽ സെൽ പൊട്ടൻഷ്യൽ കുറഞ്ഞവൻ കുഞ്ഞൻ അനിയൻ ആനോഡ്, ഇതൊരു കോഡാണ്. അതായത് പൊട്ടൻഷ്യൽ കുറഞ്ഞ ആളിനെ കുഞ്ഞൻ നമ്മൾ വിളിക്കും. ആ കുഞ്ഞൻ അനിയനാണ്. അനിയനിൽ ആ ഉണ്ട്. ആ എന്ന് പറയുന്നത് ആനോഡായി. അപ്പൊ നോക്കിക്കോ, ഇവിടെ E0 Cu2+ ബാർ Cu വന്നിട്ടുണ്ട്. അതിന്റെ വാല്യൂ എത്ര, +0.34 വോൾട്ട്. പിന്നെ തന്നേക്കുന്ന E0 Mg2+ ബാർ Mg ആണ്. അതാരാ, -2.36. പ്ലസ് മൈനസ് ആരാ, ചെറിയവൻ അനിയൻ കുഞ്ഞൻ അനിയൻ. ആനോഡ് ആരായിരിക്കും, മെഗ്നീഷ്യത്തിന്റെ വാല്യൂ ആയിരിക്കും എന്തോന്ന് ആനോഡ്. കണ്ടോ, E0 ആനോഡായിട്ട് എടുത്ത E0 Mg2+ ബാർ Mg ആണ് ഇവിടുത്തെ ആനോഡ്. ആരാ കാഥോഡ്, E0 Cu2+ ബാർ Cu. ഓക്കെ, വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. -0.34 മൈനസ് -2.36 മൈനസ് 0.059/n. ഈ n കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ ഇക്വേഷൻ എഴുതുന്നത്. സെൽ റെപ്രസെന്റേഷനിൽ നിന്ന് നെറ്റ് റിയാക്ഷൻ എഴുതുന്നത്. ഇവിടുത്തെ നമ്പർ ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫേർഡ് നിങ്ങൾക്കറിയാം, Mg-ഉം 2+, Cu-ഉം 2+. അപ്പൊ അത് നെറ്റ് എഫക്ട് ക്യാൻസൽ ചെയ്ത് പോകണമെങ്കിൽ അവിടെ 2 ഇലക്ട്രോൺസ് ആണ് പറയുന്നത്. അപ്പൊ 2 ആണ് ഇവിടുത്തെ n. ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് Mg2+ തന്നിട്ടുണ്ട് 0.001. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 0.001 ആണ് ആരുടേത്, Cu2+. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് കിട്ടുന്നത് log 10. log 10ന്റെ ആൻസർ ഈസ് 1. 0.059/2 അതാദ്യം സോൾവ് ചെയ്യുന്നു. ഇത് രണ്ടും കൂടെ വരുമ്പോഴത്തേക്കും -0.34 മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും. പിന്നെ നെറ്റ് വാല്യൂ എത്ര കിട്ടും, 2.7 കിട്ടും. ഇത് ഡിവൈഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ ഇത് കിട്ടും. സോ വി വിൽ ഗെറ്റ് ഈ സെൽ ഈസ് ഈക്വൽ ടു 2.674 വോൾട്ട്. ദിസ് ഈസ് ദ EMF ഓഫ് ദ സെൽ ആൻഡ് ദിസ് ഈസ് ദ നെയിൻസ്റ്റ് ഇക്വേഷൻ. ഓക്കെ, അപ്പൊ ഈ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ mg എന്ന് പറഞ്ഞ mg സോളിഡ് ബാർ Mg2+ എന്ന് തുടങ്ങിയ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യന്റെ നെയിൻസ്റ്റ് ഇക്വേഷൻ ഇതും അതിന്റെ ഈ സെല്ലിന്റെ വാല്യൂ ഇതും ആയിരിക്കും. വളരെ സിമ്പിൾ അല്ലേ? ഇനി സെക്കൻഡ് സെല്ല് നോക്കാം. Fe സോളിഡ് ബാർ Fe2+, അതിന്റെ കോൺസെൻട്രേഷൻ 0.001 മോളാർ, ഡബിൾ ബാർ H+, അത് 1 മോളാർ കോൺസെൻട്രേഷൻ, ബാർ H2 അതും 1 ബാർ Pt എന്ന് വെച്ചാൽ ഇവിടെ ഷീ ആണ് ഒരു ഇലക്ട്രോഡ് ആയിട്ട് ആക്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തോ ആയിക്കോട്ടെ, സെൽ റിയാക്ഷൻ നമ്മൾ ഇതാണ് എഴുതുന്നത്. Fe+2H+. അത് എങ്ങനെ പിടികിട്ടിയെന്ന് ചോദിച്ചാൽ അത് പഠിച്ചു വെച്ചേക്കണം. ഹൈഡ്രജൻ ഇലക്ട്രോഡ് ആയിട്ട് വരുമ്പോൾ 2H+ ഗീവ്സ് H2 ആണ്. പഠിച്ചങ്ങ് വെച്ചേക്കാം. ഇനി ഇവിടെ Feയും Fe2+ വന്നു. അപ്പൊ അവിടെ ആരൊക്കെയാണ്, Fe Fe2+ ആണ്. ഒരു ഹാഫ് റിയാക്ഷനിൽ 2H+ എന്തായിട്ട് മാറും, ഹൈഡ്രജൻ ആയിട്ട് മാറും അടുത്ത ഹാഫ് റിയാക്ഷനിൽ. ഈ രണ്ട് ഹാഫ് റിയാക്ഷനും കൂടെ ആഡപ്പ് ചെയ്യുമ്പോൾ we will get the net reaction as Fe+2H+ gives Fe2++ H2. ഈ റിയാക്ഷൻ എഴുതുമ്പോൾ ഇവിടുത്തെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻവോൾവ്ഡ് അഥവാ n-ന്റെ വാല്യൂ എത്രയായിരിക്കും, 2. ഇവിടെയും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് E0 വാല്യൂ ഓഫ് Fe2+, E0 വാല്യൂ ഓഫ് ഹൈഡ്രജൻ H+ ബാർ H2 എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഷീ ആണ്. ഷീയുടെ പൊട്ടൻഷ്യൽ ഈസ് ആർബിട്രറിലി ടേക്കൺ ആസ് 0 ആണ് എടുക്കുന്നത്, 0 വോൾട്ട് ആണ് എടുക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ എഴുതുന്നു E0 കാഥോഡ് മൈനസ് E0 ആനോഡ്. ഇവിടെ ആരായിരിക്കും കാഥോഡ്? ഇവിടെ നമ്മുടെ Feയുടെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്തുവാ,
കുഞ്ഞൻ അനിയൻ നെഗറ്റീവ് -0.44. ഹൈഡ്രജന്റെ ഇലക്ട്രോഡ് വാല്യൂ എത്രയാ? +0. സീറോക്ക് പ്ലസും മൈനസും ഇല്ല, 0 ആണ്. സീറോയെ കാട്ടി ചെറിയവനും കുഞ്ഞനും അനിയനുമാണ് ആര്? -0.44. അത് ആരുടേതാണ്? എഫിയുടേതാണ്. അപ്പോൾ എഫി ആണ് ഇവിടെ താരായിട്ട് ആക്ട് ചെയ്യുന്നത്, ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ 0 -0.44. വാല്യൂസ് കൊടുത്തു. ഇവിടുത്തെ ഹൈഡ്രജന്റെ ആണ് കാഥോഡ്, എഫ് ആണ് ആനോഡ്. -0.059 n വാല്യൂ 2 ആണ്. ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് Fe2+ ബാർ H2 ആണ്. ഇവിടെ ഓരോന്നിന്റെ കോൺസെൻട്രേഷൻ H+ന്റെ കോൺസെൻട്രേഷൻ 1 എന്നും Fe2+ന്റെ കോൺസെൻട്രേഷൻ 0.001 എന്നും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത് മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആം 0.44 -0.059/2 അതാദ്യം സോൾവ് ചെയ്യണം. ലോഗ് 0.001 എന്ന് വെച്ചാൽ 1 × 10⁻³ ബൈ 1 എന്ന് വെച്ചാൽ അത് 1 തന്നെയാണ്. അപ്പം ഇതെങ്ങനെയാ? 1 × ലോഗ് 1 × 10⁻³ നമ്മൾ സോൾവ് ചെയ്യുന്നത്. അതായത് ലോഗ് എ ബി എന്ന് വെച്ചാൽ ലോഗ് എ പ്ലസ് ലോഗ് ബി ആണ്. പക്ഷെ ഇവിടുത്തെ പവർ നെഗറ്റീവ് ആയതുകൊണ്ട് ലോഗ് 1 -3 ലോഗ് 10 എന്ന് കൊടുക്കേണ്ടി വരും. ഓക്കെ, അത് ലോഗരിതത്തിന്റെ റൂൾസ് ആണ്. നിങ്ങൾക്ക് ലോഗരിതം അത്ര ക്ലിയർ ആവുന്നില്ലെങ്കിൽ അത് ജസ്റ്റ് ഇങ്ങനെ അങ്ങ് ഇട്ട് പോയാലും മതി. അല്ലെങ്കിൽ കുറച്ചും കൂടെ പക്കയാക്കണോ തോന്നുന്നു, നിങ്ങളുടെ മാത്സ് ടീച്ചർ ഫ്രണ്ട്ലി ആണെങ്കിൽ അവരുടെ ചോദിച്ചു അവര് കുറച്ചും കൂടെ ബേസ് ഗ്രാജുവൽ ആയിട്ട് ഇട്ട് പറഞ്ഞു തരും. ഇവിടെ ഇപ്പൊ ഇത്രയേ ഉള്ളൂ, റൂൾ ഇത്രയേ ഉള്ളൂ. ലോഗ് 1 × 10⁻³ ലോഗ് എ ബിക്ക് തുല്യ. അപ്പൊ ലോഗ് എ പ്ലസ് ലോഗ് ബി ആണ്. അതിൽ ലോഗ് ബി എന്ന് പറയുന്നതാണ് 10⁻³ ആണ്. 10⁻³ വരുമ്പോൾ അതിന്റെ 3 ലോഗ് 10 എന്ന് വരും. അപ്പൊ വാല്യൂ വരുന്നത് ലോഗ് 1ന്റെ വാല്യൂ ഈസ് 0 -0 ആയി. ഇത് ഇത്രയും 0 ആയി. ലോഗ് 1 -3 ലോഗ് 10 ആണ്. അപ്പോഴത്തേക്ക് ഈ വാല്യൂ എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് പോകുമ്പോഴത്തേക്ക് വി വിൽ ഗെറ്റ് 0.44 + 0.0885 0.5285 വോൾട്ട് ആണ് കിട്ടുന്നത്. ന്യൂമറിക്കൽസ് ആണ് ജസ്റ്റ് ചെയ്ത്. ഞാനിത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയെന്നും നമ്മൾ ഭയങ്കരമായിട്ട് ഡിറൈവ് ചെയ്തെടുത്ത നെയിംസ് ഇക്വേഷൻ ഏകദേശം ക്വസ്റ്റ്യന് വരുമ്പോൾ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്നും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ടേക്കുന്നത്. തേർഡ് ക്വസ്റ്റ്യനിലേക്ക്. തേർഡ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ടിന്നിന്റെ റിയാക്ഷൻ. ആരുടെ റിയാക്ഷനാ? ടിൻ. ടിൻ SN സോളിഡ്, ടിൻ ആണ് SN. ടിൻ എയർ സ്റ്റേറ്റ് സോളിഡ് സ്റ്റേറ്റിൽ SN2+ അയോണിക് സ്റ്റേറ്റ് ആണ്. അതിന്റെ മോളാർ കോൺസെൻട്രേഷൻ 0.050 മോളാർ. H+ന്റെ കോൺസെൻട്രേഷൻ 0.020 മോളാർ. ഹൈഡ്രജൻ 1 ബാർ പ്രഷർ, പ്ലാറ്റിനം ആണ്. എന്ന് വെച്ചാൽ ഇവിടെയും ഷീ ആണ് ഒരു ഇലക്ട്രോഡ് ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ തേർഡ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടുത്തെ സെൽ റിയാക്ഷൻ SN+ 2H+. ഞാൻ പറഞ്ഞില്ലേ ഹൈഡ്രജൻ എവിടെ വന്നാലും 2H+ gives H2. മറ്റേത് പിന്നെ SN gives SN2+ ആണ്. ഇവിടെ നമ്പർ ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫേർഡ് N is equal to 2 വരും. ഈ സെൽ ഈസ് ഈക്വൽ ടു E0 കാഥോഡ് -E0 ആനോഡ്. എന്ന് വെച്ചാൽ E0 സെൽ നമ്മൾ പഠിച്ചിരിക്കുന്ന നെയിംസ് ഇക്വേഷൻ E സെൽ ഈസ് ഈക്വൽ ടു E0 സെൽ -0.059/n ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് എന്നാണ് പഠിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇവിടെ പൊട്ടൻഷ്യൽ കൂടിയവൻ ആരാ? 0 ആണ്. മറ്റേത് നെഗറ്റീവ് വാല്യൂ വരും. അത് രണ്ടും കൂടെ 0 -0.14 ആണ് SN-ന്റെ വാല്യൂ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് E0 സെല്ലിന്റെ വാല്യൂ കിട്ടും. -0.059/n സ്ഥാനത്ത് എന്ത് കൊടുത്തു? 2 എടുത്തു. ലോഗ് SN2+ന്റെ കോൺസെൻട്രേഷൻ 0.059 × 1 ആണ്. ഇനി H+ന്റെ കോൺസെൻട്രേഷൻ അവിടെ നമ്മളിപ്പോ 2H+ പറയുമ്പോൾ H+ന്റെ സ്ക്വയർ എടുക്കണം. മറ്റടുത്ത് അവിടെ നമുക്ക് H+ന്റെ കോൺസെൻട്രേഷൻ 1 ആയതുകൊണ്ട് 1ന്റെ സ്ക്വയർ 1 തന്നെയായിരുന്നു. പക്ഷെ ഇവിടെ H+ന്റെ കോൺസെൻട്രേഷൻ അവർ പറഞ്ഞിട്ടുണ്ട് 0.020 ആണ്. അപ്പൊ അതിന്റെ എന്ത് എടുക്കേണ്ടി വരും? സ്ക്വയർ എടുക്കേണ്ടി വരും. അപ്പൊ അതിന്റെ സ്ക്വയർ എടുത്തു. അപ്പൊ ലോഗ് A/B യുടെ ഇക്വേഷൻ വെച്ചിട്ട് ലോഗ് 0.59 + ലോഗ് 1 -2 ലോഗ് 0.020 ലോഗിന്റെ റൂൾസ് അപ്ലൈ ചെയ്തു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ ഇപ്പൊ സ്റ്റേറ്റ് സിലബസുകാർക്ക് ഇത് കാൽക്കുലേറ്ററിൽ ഡയറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അല്ലാത്തുള്ളവർ ലോഗിൽ തന്നെ ഇട്ടേക്കുക. ആ ലോഗിന്റെ കാര്യം ലോഗ് എന്ന് പറഞ്ഞ് തന്നെ ലാസ്റ്റ് വരെയും കൊണ്ടുപോകാം. ഓക്കെ, അപ്പം വാല്യൂ ഇട്ടു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇവിടെ കണ്ടോ മോഡുലസ് ഒക്കെ കൊടുത്ത് ചെയ്യുന്ന വെച്ചാൽ ലോഗരിതത്തിന്റെ വാല്യൂസ് കണ്ടുപിടിക്കുന്നത്. ലോഗ് 0.05 കണ്ടുപിടിക്കാൻ ലോഗരിതം ബുക്ക് നോക്കിയാൽ വാല്യൂ കിട്ടും. നിങ്ങൾ അല്ലെങ്കിൽ കുറച്ച് വാല്യൂസ് ബൈഹാർട്ട് ചെയ്ത് വെച്ചിരുന്നാൽ മതി. പിന്നെ ഇത്രയും കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലംസ് ഒന്നും ഇപ്പം ബോർഡ് എക്സാംസ് ചോദിക്കാറില്ല. ഡയറക്റ്റ് ലോഗ് 10, 100, ലോഗ് 10 is 1, ലോഗ് 100 is 2, ലോഗ് 1000 is 3. ഈ റേഞ്ചിലുള്ള വാല്യൂസ് വരുന്ന രീതിയിലുള്ള ഫിഗർ ന്യൂമറിക്കൽസ് ആണ് ഇപ്പോഴത്തെ ഒരു ലാസ്റ്റ് 2 yearsൽ കണ്ടുവരുന്നത്. ഓക്കെ, ഇനി അടുത്ത ഫോർത്ത് നെയിംസ് ഇക്വേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. PT പ്ലാറ്റിനം സോളിഡ് ബാർ Br2 ലിക്വിഡ് ബാർ Br -0.010 മോളാർ ഡബിൾ ബാർ H+ 0.030 മോളാർ ബാർ H2 ഗ്യാസ് 1 ബാർ PT. ഇവിടെ ഹൈഡ്രജൻ ആണ് ഒരു സ്ട്രോങ് ഇലക്ട്രോഡ് ആയിട്ട് വന്നേക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിലേക്ക് പോകുമ്പോൾ 2Br
plus 2H plus gives Br2 plus H2. ഇവിടെ number of electron transferred N is equal to എത്ര വന്നു 2. E cell is equal to E0 cell minus 0.059 by 2 log concentration of ഇത് വരും ഈ പറഞ്ഞ Br2 by H2. അതായത് രണ്ടെണ്ണം അവിടെ ഇലക്ട്രോഡ് ആയിട്ട് വന്നു, അതുകൊണ്ടാണ് അങ്ങനെ വാല്യൂ കൊടുക്കേണ്ടി വന്നത്. വാല്യൂസ് എല്ലാം കൂടെ പറക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. log 1 by log 0.01 the whole square into 0.03 the whole square. Values എല്ലാം കൂടെ പറക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ what we will get minus 1.288 volt എന്ന് കിട്ടും. ഓക്കെ, then another ഒരു റിയാക്ഷൻ ഇതാ ഇവിടെ ഉണ്ടാക്കുന്നത്. ഞാൻ ഇവിടെ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. നമ്മൾ പഠിക്കുന്ന പലതരം ഇക്വേഷൻസും സാധനങ്ങളും ഉണ്ട്. പലതരം ഇക്വേഷൻസും അതിന്റെ പലതരം മോഡ്സും പഠിക്കും. നേൺസ്റ്റ് ഇക്വേഷനുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുന്ന ഒരു ഇക്വേഷൻ ആണ് ഇലക്ട്രോ കെമിക്കൽ സെൽസ് ആൻഡ് നിങ്ങൾ 11th സ്റ്റാൻഡേർഡിൽ പഠിച്ച ഗിബ്സ് ഫ്രീ എനർജി ഡെൽറ്റ ജി. ഓക്കെ, അപ്പൊ ഇലക്ട്രിക്കൽ വർക്ക് ഡൺ ഇൻ 1 second ഈസ് ഈക്വൽ ടു ദ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ മൾട്ടിപ്ലൈഡ് ബൈ ടോട്ടൽ ചാർജ് പാസ്ഡ് ത്രൂ ഇറ്റ്. Also, the reversible work done by a galvanic cell is equal to the decrease in its Gibbs energy. Therefore, if the EMF of the cell is E and NF is the amount of charge passed, then Gibbs energy in E cell കൂടെ കണക്ട് ചെയ്ത് നമ്മൾ നേർസ്റ്റ് ഇക്വേഷൻ വെച്ച് E cell കണ്ടുപിടിക്കും. ആ E cellും Gibbs energy delta G തമ്മിലൊരു റിലേഷൻ ഉണ്ടാക്കിയാൽ വാട്ട് ഈസ് ദ റിലേഷൻ? ഡെൽറ്റ G ഈസ് ഈക്വൽ ടു മൈനസ് NF E0 സെൽ മൈനസ് NF E0 സെൽ എന്ന് കിട്ടും. അതിൽ ഡെൽറ്റ G ഗിബ്സ് ഫ്രീ എനർജി, N നമ്പർ ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫേർഡ്, F is the Faraday constant which will be equal to 96500 coulomb, and E cell can be calculated through which equation? Nernst equation. ഓക്കെ, ഇനി സ്റ്റാൻഡേർഡ് കണ്ടീഷൻസിലാണ് നമ്മൾ ഈ എക്സ്പെരിമെന്റ് നടത്തി ഡെൽറ്റ G കണ്ടുപിടിക്കുന്നതെങ്കിൽ ആ ഡെൽറ്റ Gനെ നമ്മൾ പ്രത്യേകിച്ച് വിളിക്കുന്ന പേര് ഡെൽറ്റ G0 എന്നാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് NF E0 സെൽ. ഓക്കെ, സോ നമുക്ക് E0 സെല്ലോ E സെല്ലോ അറിയാമെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ആരിലേക്ക് പോകാൻ പറ്റും? ഗിബ്സ് ഫ്രീ എനർജിയിലേക്കും കൂടെ പോകാൻ പറ്റും. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻസും കൂടി പഠിച്ചേക്കാം. ഇത് അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു ഡയറക്റ്റ് ന്യൂമറിക്കലാണ് ഞാൻ ഇവിടെ ചാപ്റ്ററിൽ കൂടെ ചെയ്യിപ്പിച്ചു പോകുന്നത്. ഇനി ബട്ടൺ സെൽ നിങ്ങൾക്ക് അറിയാം, പലതരം ബാറ്ററികളൊക്കെ നമ്മൾ പഠിച്ചു. Widely used in watches and other devices. The following reaction ആണ് നടക്കുന്നത്. Zn solid plus Ag2O solid plus H2O liquid gives Zn2 plus aqueous plus 2Ag solid plus 2OH minus aqueous. ഇതിൽ E0 സിൽവറും തന്നിട്ടുണ്ട്. ഇവിടെ വന്നേക്കുന്ന രണ്ട് ഇലക്ട്രോഡുകൾ, ഒന്ന് സിങ്കും സിൽവറും ആണെന്നുള്ളത് ഒറ്റയടിക്ക് നോക്കുന്ന ആർക്കും മനസ്സിലാവും. പക്ഷെ സിൽവർ ആയിട്ടല്ല വന്നത്, സിൽവറിന്റെ ഓക്സൈഡ് Ag2O ആയിട്ടാണ് വന്നത്. അപ്പം E0 Ag plus bar Ag യുടെ വാല്യൂ 0.34 വോൾട്ടും E0 Zn bar Zn വാല്യൂ മൈനസ് 0.76 വോൾട്ടുമാണ്. ഡിറ്റർമിൻ ഡെൽറ്റ G0യും E0 സെല്ലും കണ്ടുപിടിക്കും. E0 സെല്ല് കണ്ടുപിടിക്കാൻ ഒരു പാടുമില്ല. കാര്യം നമ്മൾ E0 സെൽ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? E0 സെൽ ക്യാൻ ബി ഗിവൺ ബൈ ഇക്വേഷൻ എന്തുവാ? E0 കാതോടെ മൈനസ് E0 ആനോടെ. ആരാ കാതോഡ്? പൊട്ടൻഷ്യൽ കുറഞ്ഞവൻ ആനോഡാവും, പൊട്ടൻഷ്യൽ കൂടിയവൻ കാതോഡാവും. ഈ കൂട്ടത്തിൽ പൊട്ടൻഷ്യൽ കുറഞ്ഞവൻ ആരാ? മൈനസ് 0.76 വോൾട്ട് ഉള്ള സിങ്ക് ആയിരിക്കും ഇവിടുത്തെ ആര്? ആനോഡേ. കാതോഡ് ആരാ? പൊട്ടൻഷ്യൽ കൂടിയവനായ കാതോഡ്, കൂടിയവൻ കാതോഡ്. ഓക്കെ, അപ്പം ഈ പറഞ്ഞ E0 സെൽ ഈസ് ഈക്വൽ ടു E0 കാതോഡേ മൈനസ് E0 ആനോഡേ. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. വാല്യൂ വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് 1.10 വോൾട്ട്. ഇനി ഇവിടെ നടക്കുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫേർഡ് എന്ന് കണ്ടുപിടിച്ചാലല്ലേ ഡെൽറ്റ G0 പോകാൻ പറ്റൂ. ബിക്കോസ് ഡെൽറ്റ G0 ഈസ് ഈക്വൽ ടു മൈനസ് NF E0 സെൽ. E0 സെൽ നമ്മൾ E0 സെൽ ഈസ് ഈക്വൽ ടു E0 കാതോടെ മൈനസ് E0 ആനോടെ വെച്ച് നമ്മൾ എന്ത് ചെയ്തു? കണ്ടുപിടിച്ചു. അതിന്റെ വാല്യൂ 1.10 എന്ന് കിട്ടി. നമ്മൾ എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടുത്തെ ഈ സെല്ലിന്റെ നെറ്റ് റിയാക്ഷൻ എഴുതണം. Zn gives Zn2 plus 2 ഇലക്ട്രോണും Ag2O plus H2O plus 2. ഇത് ഇച്ചിരി പഠിച്ചു വെച്ചാൽ ബെറ്റർ ആണ് കേട്ടോ. കാര്യം ഈ ഒരു റിയാക്ഷൻ നമ്മുടെ ഒരു മെമ്മറിയിൽ ഇത് പോകത്തില്ല. പിന്നെ മിക്കപ്പോഴും ഞാനൊരു ജനറൽ ഹിന്റ് പറഞ്ഞു, സപ്പോസ് നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റാത്ത ഇലക്ട്രോഡ് റിയാക്ഷൻസ് ആണെന്ന് വിചാരിച്ചോളാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ധീരമായിട്ട് ഒരു എന്താ പറയുന്നത്, രണ്ടും കൽപ്പിച്ച് നമ്മൾ എന്താ പറയുന്നത്, ലോട്ടറി എടുക്കുന്നത്. അതേപോലെ എന്നിന്റെ വില 2 എന്ന് സപ്പോസ് ചെയ്തെന്ന് പോവാം. ഞാൻ ഇത്രയും കോംപ്ലിക്കേറ്റഡ് റിയാക്ഷൻസ് വരുന്നവരടുത്ത് ഞാൻ അങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുക. ഇവിടെ എന്നിന്റെ വാല്യൂ എത്രയാണെന്ന് സപ്പോസ് ചെയ്യണം. ദ വാല്യൂ ഓഫ് N is 2. മോസ്റ്റ് പ്രോബബ്ലി എന്നിന്റെ വാല്യൂ മിക്കപ്പോഴും 2 ആയിരിക്കും. ഓക്കെ, ഇവിടെ എന്നിന്റെ വാല്യൂ 2 ആണ് വന്നിരുന്നത്. എന്നിന്റെ വാല്യൂ 2. ഫാരഡേ കോൺസ്റ്റന്റ് 96500 കുളം. E0 സെല്ലിന്റെ വാല്യൂ 1.10 വോൾട്ട്. ബട്ട് we will get the delta G0 value in which unit? Joule per mole. Okay,
it will be 21230 joule per mole. വേണമെങ്കിൽ അതിനെ കിലോ ജൂൾ പെർ മോൾ ആക്കാം. കിലോ ആക്കണമെങ്കിൽ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അത് വേണമെങ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ ജൂൾ പെർ മോളിൽ ഇട്ടെന്ന് വിചാരിച്ച് നിങ്ങളുടെ മാർക്ക് ഒന്നും പറയത്തില്ല. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ഈ പഠിച്ചത്. അപ്പൊ ഇന്ന് ഈ ചാപ്റ്റർ നമ്മൾ പഠിച്ച ഈ മോഡ്യൂൾ വീഡിയോയിൽ നമ്മൾ പഠിച്ചതിൽ പ്രധാനമായിട്ടും വരുന്ന ഒരു കാര്യം എന്തുവാന്ന് വെച്ചാല് ഈ പറഞ്ഞതുപോലെ ഡെൽറ്റ G0 ഈസ് ഈക്വൽ ടു മൈനസ് NF(E0) സെൽ എന്ന ഇക്വേഷൻ ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കാര്യമായിട്ട് പഠിച്ചത്. ഓക്കെ, ഇത്രയുമാണുള്ളത് നമ്മളിപ്പോൾ പഠിച്ച നെക്സ്റ്റ് ഇക്വേഷൻ്റെ ഒരു 4 പ്രോബ്ലംസ്, പിന്നെ ഒരു പുതിയ ഇക്വേഷൻ വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം. ടിൽ ദെൻ ഗുഡ് ബൈ, താങ്ക് യു.